ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്നലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ആണ് ഈ ദിവസം വരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സഹിഷ്ണുത കാണിക്കേണ്ടതിൻ്റെ ആവശ്യം, അതുപോലെ ഒരാൾ കർത്താവിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ, സ്ഥിരമായ വിശ്വാസം ഒരാളിൽ ഉണ്ടാക്കുന്ന നല്ല ഫലങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇതുവരെയും സംസാരിച്ചുകൊണ്ടിരുന്നത്. ലോക സ്നേഹത്തെക്കുറിച്ച് വളരെ ശക്തമായ പ്രബോധനങ്ങൾ നമ്മൾ കണ്ടു. ധനം കരുതി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി. നമ്മൾ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൊടുക്കാതെ അവരുടെ സ്വത്ത് നമ്മൾ അപഹരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് യാക്കോബ് സംസാരിക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ ആഡംബരത്തോടെയുള്ള പുളയ്ക്കൽ, സുഖിക്കൽ, അത് കൊല ദിവസം എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. എത്ര കർശനമായിട്ടാണ് യാക്കോബ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എങ്ങനെ വേണം? കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ കർത്താവ് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നവരെ, നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നവരെ നമ്മൾ ദീർഘക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 8-ാം വാക്യത്തിൽ അത് പിന്നെയും പറയുന്നു, നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സ്ഥിരമായ വിശ്വാസം, ഇരുമനസ്സില്ലാത്ത അവസ്ഥ, എല്ലാ സമയത്തും ഒന്ന് തന്നെ ചിന്തിക്കുന്ന അവസ്ഥയാണ് യാക്കോബ് ഇവിടെ ഊന്നി പറയുന്നത്. പിന്നെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം, നമ്മൾ വിധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ വിധിക്കാതിരിക്കുന്നവരാകണം. വേറൊരു സഹോദരനെ വിധിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും എന്ന് യാക്കോബ് പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ ക്ഷമിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് വേറൊരാളോട് ക്ഷമയില്ലാതിരിക്കാൻ സാധിക്കില്ല. ആ ക്ഷമ എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നൊരു കാര്യമാണ്. ക്രിസ്ത്യാനി എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമ എന്ന് പറയുന്ന ദാനം എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മളിൽ നിന്ന് ഒഴുകുന്ന രീതിയിലാണ് തരുന്നത്. സ്നേഹം അങ്ങനെ തന്നെയാണ്. സ്നേഹം നമ്മൾക്ക് കർത്താവ് തരുമ്പോൾ നമ്മളിൽ നിന്ന് അതേ സ്നേഹം ജീവൻ്റെ ജലനദിയായി ഒഴുകത്തക്ക രീതിയിലാണ് തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് കൃപ നമുക്ക് തന്നാലും അത് നമ്മളിൽ ഒതുങ്ങുകയില്ല, അത് നമ്മളിൽ നിന്ന് ഒഴുകുന്ന രീതിയിലാണ് തരുന്നത്. അതാണ് കൃപാസമൃദ്ധിയാണ്. സ്നേഹം തരുമ്പോൾ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകുന്ന രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം പോകുന്നില്ലെങ്കിൽ ഈ ഒഴുകുന്ന സ്നേഹം എന്നിലേക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കുന്നില്ല. എനിക്ക് വേറൊരാളുടെ കരുണ തോന്നുന്നില്ലെങ്കിൽ, ക്ഷമിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, എന്നോട് തെറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്ന ആളുകളോട് ഞാൻ അകറ്റി നിർത്തിയിരിക്കുക, അവരെക്കുറിച്ച് ദൂഷണം പറയുകയാണെങ്കിൽ, അതിനർത്ഥം നമുക്ക് ഈ പാപക്ഷമ, കൃപ, കർത്താവിൻ്റെ കരുണ, അതൊരു ലൈഫായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിൽ നിന്ന് ഒഴുകുന്ന ഒരു സാധനമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതിനർത്ഥം നമ്മൾ ഇപ്പോഴും ആ കൃപ പ്രാപിക്കാത്തവരായി, ക്രിസ്തുവിനെ അറിയാത്തവരായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് എന്തു പ്രാപിച്ചെന്ന് പറഞ്ഞാലും, അത് പണമായാലും ലോകത്തിലെ സമൃദ്ധിയായാലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധിയായാലും അത് ഒഴുകാതിരിക്കുകയില്ല. അത് വെളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അത് മറ്റുള്ളവരിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും പ്രത്യേകതയാണ്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു. ഇത് ഒരിടത്ത് നിൽക്കുന്നില്ല. അത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളൊരു കഷ്ണമായിട്ടൊരു കണമായിട്ടോ അല്ല വരുന്നത്. ഇതൊരു തുടർച്ചയായ ഒഴുക്ക് പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്നേഹം പ്രാപിച്ചവരാണെങ്കിൽ നമ്മളത് കൊടുത്തിരിക്കും, കരുണ ലഭിച്ചവരാണെങ്കിൽ നമ്മൾ കരുണ കാണിച്ചിരിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്പോണ്ടേനിയസ് ഔട്ട്ഫ്ലോ ഓഫ് ലൈഫാണ്. ജീവിതത്തിൻ്റെ ആ ഒഴുക്കാണ്. ആ ഒഴുക്കിലൂടെയാണ് നമ്മളിതെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സഹോദരന്മാരെ നമ്മൾ ദുഷിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ കർത്താവിൻ്റെ ആ ക്ഷമ അനുഭവിച്ചിട്ടില്ല. അവരെ നമ്മൾ വിധിക്കാൻ നോക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ന്യായവിധിയിൽ നിന്ന് വിമുക്തി പ്രാപിക്കും നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ആ വലിയ കൃപ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ വിധിക്കരുത്, സഹോദരന്മാരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യരുത്, ഒരുവന് നേരെ യുദ്ധം ചെയ്യരുത്. കാരണം ഇതെല്ലാം പരസ്പരം ഒടുക്കിക്കളയുന്ന കാര്യങ്ങളാണ്. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി, അത് നിങ്ങളെയും എടുത്ത് നരകത്തിലിടാൻ അധികാരമുള്ള ന്യായാധിപതി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ തെറ്റുകൾ ഒരു ദിവസം കർത്താവ് എൻ്റെ മുമ്പിൽ വെച്ച് തന്നാൽ എനിക്ക് ജീവിക്കാൻ അവൻ്റെ മുഖത്ത് നോക്കാനോ പറ്റത്തില്ല. ഇപ്പോഴും പറ്റത്തില്ല. നമ്മൾ കരുണ കാണിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ജീവിച്ചിരിക്കുന്ന. അപ്പോൾ വേറൊരാളെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ കുറ്റങ്ങൾ എടുത്തെടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ വിധിക്കാൻ വരുന്നവനെ, ന്യായവിധിയുടെ അധികാരിയായ ദൈവത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ അവഗണിക്കുകയാണ്. നമ്മോട് കാണിച്ച കരുണയെ നമ്മൾ വൃഥാവാക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക്, സഹോദരനോടുള്ള ആ മനോഭാവത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് പരസ്പരം വിധിക്കരുത്, ഞരങ്ങിപ്പോകരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞരങ്ങരുത്. എങ്ങനെ ഞരങ്ങുന്നത്? ചിലപ്പോൾ നമ്മൾ ഗോസിപ്പ് പറയരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ ആരുടെയും കുറ്റം പറയില്ല ബ്രദറെ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ചിലർ പറയാറുണ്ട്, വേണ്ട ഞാൻ പറയണമെന്നുണ്ട് പക്ഷെ പറയുന്നില്ല, ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു സഹോദരൻ അതിനുള്ളിൽ ഞരക്കമുണ്ട്. നിങ്ങൾ ആരോടും കുറ്റം പറയുന്നില്ല, പക്ഷേ ആ ഞരക്കം തന്നെ പാപമാണ്, സ്നേഹമില്ലായ്മയാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ കളങ്കമുണ്ടെങ്കിൽ, ആരുടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ അനുഭവിക്കുന്നതേയില്ല. ഓക്കെ, അപ്പോൾ ദൈവം എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കിട്ടിയ ഒരു വിലയില്ലാത്ത, നമുക്കറിയാം ഫ്രീ ആയിട്ട് വരുന്നതാണ്. കർത്താവ് നമുക്ക് തരുന്ന എല്ലാ കൃപയും ഫ്രീ ആണ്. ദൈവം അവനെ നമുക്ക് വെളിപ്പെടുത്തി തന്നതും ഫ്രീ ആയിട്ടാണ്. ഈ ബൈബിൾ കോളേജിൽ പോകുമ്പം പഠിക്കാൻ പൈസ കൊടുക്കണം, കോളേജിൽ എവിടെ പോകണമെങ്കിലും പഠിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് സൗജന്യമായിട്ടാണ് കർത്താവ് തരുന്നത്. പക്ഷേ അത് ചീപ്പല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതല്ല ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ. പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് മിക്കവാറും ചീപ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുഞ്ഞ് സൗജന്യമായി ദൈവം തരുന്നതാണ്, അത് വിലയേറിയതാണ്. എന്നാലൊരു പാവം മേടിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ശരിക്കും ചീപ്പ്. ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായതല്ല ദൈവം നമുക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. അത്യാവശ്യമായ സാധനങ്ങളെല്ലാം, വായു ഉൾപ്പെടെ, വെള്ളം ഉൾപ്പെടെ നമ്മൾ ബോട്ടിലാക്കി വിൽക്കുന്നു, പൈസ മേടിക്കുന്ന വേറെ കാര്യം. പക്ഷേ വിലയുള്ളതല്ല, നമുക്കിതില്ലാതെ പറ്റില്ല എന്ന് വരുന്ന കാര്യങ്ങളെല്ലാം, എല്ലാം തന്നെ, എല്ലാം എന്ന് പറഞ്ഞാലും ഏകദേശം എല്ലാം തന്നെ ദൈവം സൗജന്യമായിട്ടാണ് തരുന്നത്. രക്ഷയും അങ്ങനെ തന്നെയാണ് തരുന്നത്, സൗജന്യമായിട്ടാണ് തരുന്നത്. അതുകൊണ്ടത് ചീപ്പാകരുത്. പലപ്പോഴും രക്ഷ സൗജന്യം എന്നുള്ളത് കൊണ്ട് രക്ഷ ചീപ്പായിട്ട് കരുതുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും ആ ദാനങ്ങളൊന്നും ചീപ്പല്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷേ കോസ്റ്റ് കൊടുത്തത് ഞാനല്ല, ക്രിസ്തുവാണ്. കാൽവരി ക്രൂശിൽ അവൻ്റെ രക്തത്താലാണ് അതിന് വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഓരോ കൃപയും, ദൈവം നമുക്ക് തരുന്ന ഓരോ വെളിപ്പാടും കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്തിൻ്റെ ഫലമാണ്, ആ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ്. അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടെ കർത്താവിൻ്റെ കൃപയെ നോക്കേണ്ടതാണ്. അത് സൗജന്യമായി ലഭിച്ചു എന്നുള്ളതിനാൽ അത് ചീപ്പാകുന്നില്ല, വിലയില്ലാത്തതാകുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏറ്റവും വിലയുള്ളതിനെയാണ് അവൻ സൗജന്യമായിട്ട് തരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്വന്തം പുത്രനെ നമുക്ക് സൗജന്യമായി തന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം പൈസ കൊടുത്തോ എന്തെങ്കിലും അധ്വാനം കൊടുത്തോ മേടിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ദൈവം അത്ര ഉയരത്തിലുള്ള ആളാണ്, നമ്മൾ വളരെയധികം താഴ്ന്നവരാണ് കർത്താവിന് മുമ്പിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തിട്ട്, അങ്ങോട്ട് വല്ലതും കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നവനാർ എന്ന് കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് പൗലോസ് ഒരു കാവ്യം പോലെ, ഒരു ആരാധന പോലെ റോമാലേഖനം 11 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സൗജന്യമായി മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാരണം അവൻ ഹീസ് ഇൻഫിനിറ്റ്ലി റിച്ച് ആൻഡ് ഐ ആം ഇൻഫിനിറ്റ്ലി പോർ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള എല്ലാ ദാനങ്ങളും ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ നമ്മളിലേക്ക് വരുമ്പോൾ അത് ഒരിക്കലും നമുക്ക് മാത്രമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നത് കൊണ്ട് ആ തകർന്ന പാത്രത്തിലൂടെ, തകർന്ന സ്വച്ഛചർവാംസി തൈലം വെച്ചിരുന്ന ആ വെൺകൽബറിനെ പോലെ നമ്മുടെ ഹൃദയം തകർന്ന് അതിൻ്റെ ആ സുഗന്ധം, കർത്താവിൻ്റെ കൃപയുടെ സുഗന്ധം മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ആ മുറുക്കം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൃപ അനുഭവിക്കുന്നില്ല. ഇറ്റ്സ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് ബ്രേക്സ് അവർ സ്റ്റബേൺ ഹാർട്ട്സ്. ആ സ്റ്റബേൺ ഹാർട്ട്സ്, കട്ടിയുള്ള ഹൃദയങ്ങളെ തകർക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തകർന്ന പാത്രത്തിലൂടെ, ആ ഹൃദയത്തിലൂടെ, മുറുക്കപ്പെട്ട ഹൃദയത്തിലൂടെ കർത്താവിൻ്റെ നന്മകൾ, ഗുണങ്ങൾ, സ്വഭാവം മറ്റുള്ളവരിലേക്ക് ഒഴുകാതെ ഇരിക്കുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞു. അങ്ങനെ ഒഴുകുന്നില്ലെങ്കിൽ, നമ്മളിപ്പോൾ സ്വാർത്ഥരായി അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ശരിക്കും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് സാത്താൻ്റെ വിശ്വാസവും എബ്രഹാമിൻ്റെ വിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് ജെനുവിൻലി ക്രിസ്തുവിൻ്റെ ഫെയ്ത്താണുള്ളതെങ്കിൽ ഇത് സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ലൈഫായിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകാനിടയാകും. അവിടെ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരത കാണിക്കുവിൻ, ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. നമ്മളിന്നലെ കണ്ട ഒരു വിഷയമാണ് ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമ്മളിന്നലെ പറഞ്ഞു. പ്രവാചകന്മാരെല്ലാം കഷ്ടാനുഭവത്തിലൂടെ കടന്നുപോയി നമുക്കറിയാം. പഴയ നിയമത്തിലെ പല ആൾക്കാരും പറയാറുണ്ട്, പ്രസംഗമൊക്കെ പറയുന്നേക്കാം, പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങൾ ഭയങ്കര അനുഗ്രഹം, പുതിയ നിയമത്തിൽ മുഴുവൻ കഷ്ടപ്പാടാണ്, അങ്ങനെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ തികച്ചും തെറ്റാണ്. പഴയ നിയമത്തിൽ ആർക്കാണ് ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടിയത്? ഹാബേലിന് അനുഗ്രഹം വല്ലതും കിട്ടിയോ? ഹാബേൽ ഏറ്റവും നല്ല യാഗം അർപ്പിച്ച് അന്ന് തന്നെ ഹാബേൽ മരിച്ചു. ഖാനോക്ക് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ എടുത്തുകൊണ്ട് പോയി. ബാക്കിയുള്ളവർ 965 വർഷം വരെ മെഥുസല ജീവിച്ചിരുന്നു. ഇയ്യോബ് ഹാനോക്ക് അതിൻ്റെ 1/3 ജീവിച്ചുള്ളൂ. അപ്പോൾ ഈ ലോകത്തെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മോശയുടെ കാര്യം പറഞ്ഞാൽ, മോശെ കനാൻ ദേശത്ത് എത്തിയതുപോലുമില്ല. ന്യായപ്രമാണം ഏറ്റവും ഭംഗിയായിട്ട് അനുസരിച്ച ന്യായപ്രമാണം കൊടുത്ത ആൾ ഒരു ലോകപരമായ അനുഗ്രഹവും പ്രാപിച്ചില്ല. മക്കളെ കാനഡയിലും ബ്രിട്ടനിലും സെറ്റിലാക്കിയിട്ട് വീട് പണിത് ഇരുന്നില്ല. ഇവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. പഴയ നിയമത്തിലെ അഭിഷേകമുള്ള കർത്താവ് അവൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾ, അത് പ്രവാചകന്മാരായാലും പുരോഹിതന്മാരായാലും, അഭിഷേകം മുകളിൽ വീണ് ആരും സമ്പന്നരായിട്ടില്ല, ലോകത്തിലൊന്നും പ്രാപിച്ചിട്ടില്ല. പ്രവാചകന്മാരൊക്കെ എവിടെയൊക്കെയോ വീണ് മരിക്കുകയായിരുന്നു.
പിന്നെ ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ലിറ്ററൽ ഇസ്രായേൽ പണിയാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ അനുസരിക്കില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ദുഷ്ടമനസ്സുള്ള ആളുകൾക്കാണ് ദൈവം വാഗ്ദത്തം നീ അനുസരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വല്ലതും തരാം എന്ന് പറഞ്ഞ് ജയിപ്പിക്കുന്നു. പക്ഷെ അനുസരണമുള്ള മക്കളോട് അങ്ങനെ പറയേണ്ട പോലും കാര്യമില്ല. കാരണം അവരുടെ ധനം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ നാമം ചൊല്ലി അവരെ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ, യഹോവയുടെ നാമം തന്നെ അവർക്ക് ഏറ്റവും വലിയ ധനമാണ്. അവിടെ പിന്നെ സമ്പത്തുണ്ടോ എന്ന് ഒരു അഭിഷേകമുള്ള ഒരാൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം കർത്താവ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ദേ ആർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് തന്നെ സഹിഷ്ണുത കാണിക്കുവാൻ, ഇയ്യോബിനെ പോലെ ആ വലിയ ധനത്തെ ഓർത്ത് സഹിഷ്ണുത കാണിക്കുവാൻ ഈ ലേഖനം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇവിടെ പറയുകയാണ്, 12-ാം വാക്യം തൊട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസാണ്. സഭയിൽ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ കുറേ ഇൻസ്ട്രക്ഷൻസാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റു യാതൊന്നിനെയും ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ഈ സത്യം ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ദൈവം പലപ്പോഴും ആണയിടുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ദൈവം നമ്മോട് ആണയിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ ഇനി നാളെ ചെയ്യാൻ ഒരു കാര്യം ഞാൻ ചെയ്തു തരാമെന്നും പറഞ്ഞ് ആണയിടരുത്. കാരണം നമ്മൾ നാളെ ജീവനോടുണ്ടെന്ന് അറിയില്ല. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നമ്മളല്ല. അതുകൊണ്ട് ശരിക്കും ആണയിടാൻ നമുക്ക് അധികാരമില്ല. ഇനി മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണയിടേണ്ടി വരുന്നത് നമ്മുടെ ഉള്ളിൽ കള്ളം എപ്പോഴെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ വിശ്വാസ്യതയുള്ളതാണെങ്കിൽ ഞാൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകണം. ഇപ്പോൾ നിങ്ങളുടെ പേരെന്തായാലും നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച് നോക്ക്. അദ്ദേഹത്തോട് ആൾക്കാർ പറയാണ്, അയാൾ പറഞ്ഞതാണോ, അന്ന് അതങ്ങനെ ആയിരിക്കും, സത്യമായിരിക്കും, അയാൾ കള്ളം പറയില്ല എന്ന് നമ്മളെക്കുറിച്ചൊരു സാക്ഷ്യം നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ആണയിടേണ്ടി വരില്ല. ഉവ്വ് എന്ന് പറഞ്ഞാൽ മതി, അതെല്ലാവരും വിശ്വസിക്കും. കാരണം ആ ലൈഫിൽ അതുണ്ട്, ആ ട്രൂത്തുണ്ട്. പലപ്പോഴും നമുക്ക് ലൈഫിൽ ട്രൂത്ത് ഇല്ലാതെ വരും. അല്ലെ പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക അധികാരം നഷ്ടപ്പെടും. അപ്പോൾ ഞാനൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല, ഉവ്വെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഉവ്വ് നീയല്ലേ പറയുന്നത്, അങ്ങനെ വരും. അപ്പോൾ എന്ത് ചെയ്യും? ആണയിടേണ്ടി വരും. കാരണം ഇത് ഈ ആണയിടേണ്ടി വരുന്നത് നമ്മുടെ ചുറ്റും നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം നമ്മുടെ തന്നെ വ്യാജങ്ങളാൽ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ആരെയും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിലും ചിലപ്പോൾ നമ്മൾ ആണയിട്ട് പോകാറുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്നു, ദൈവം നോക്കിക്കോളൂ, ആണയിടരുത്. ഒന്നിനെ ചൊല്ലിയും ആണയിടരുത്. സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതെല്ലാവരും ഓക്കെ. ചേസ് ബ്രദർ പറഞ്ഞാണ് ഇല്ല, ഇനി അതിനകത്ത് രണ്ടാമതൊന്നും ചോദിക്കാനില്ല. ബിക്കോസ് അദ്ദേഹം കള്ളം പറയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിച്ചതിൻ്റെ ഫലമാണ് ആ ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കുന്നത്. അതേസമയത്ത് ഞാൻ കള്ളം പറഞ്ഞായിട്ട് അവർക്ക് അറിയാമെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയുന്നത്, അവൻ പറഞ്ഞതല്ലേ 100% അങ്ങോട്ട് എടുക്കണ്ട, കാരണം അവനിടയ്ക്ക് വ്യാജം കലർത്തി എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കള്ളം പറയുമ്പോൾ നമ്മുടെ ആത്മീക അധികാരം നഷ്ടപ്പെടും. വ്യാജമായി നമ്മുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ, നമുക്ക് ഈവിൽ ഹാർട്ട് അത് കഠിനമാകാതിരിക്കാൻ നമ്മളെപ്പോഴും ഉവ്വ് എന്നും ഇല്ല എന്നും പറഞ്ഞാൽ ഉവ്വെന്നും ഇല്ല എന്നും തന്നെ ആയിരിക്കണം. പിന്നെ പറയുകയാണ് 13-ാം വാക്യത്തിൽ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കഷ്ടം അനുഭവിക്കുന്നവർ സ്തുതിക്കണം. അവർക്ക് പറ്റുന്നില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു കാര്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ദുഃഖവും സന്തോഷവും എല്ലാം പെർസെപ്ഷനിലാണുള്ളത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നന്ദിയുള്ളവരാകാം, നമുക്ക് സന്തോഷിക്കാം. കാരണം എല്ലാ കഷ്ടങ്ങളുടെയും ദൈവം നമ്മെ ക്രിസ്തുവിലേക്ക് നടത്തുന്നു. അപ്പോൾ 2 പേർക്ക് ഒരേ കഷ്ടമാണ് എന്ന് വിചാരിച്ചോളൂ. 2 പേർക്ക് ഒരേപോലെ നടുവേദന എടുക്കുന്നു. അതിലൊരാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ട്, മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റാത്ത ആളുടെ ഇൻറ്റൻസിറ്റി, അതായത് സഹിക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ്.
അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര കഷ്ടതയിലൂടെ പോയി നമുക്ക് തോന്നും. എന്നാൽ മറ്റേ ആളത് മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ആളാണ്, ചിലപ്പോൾ അയാൾക്കായിരിക്കും കൂടുതൽ വേദന. അപ്പോൾ ശരിക്കും കഷ്ടം എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷൻ കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, അവരിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്കെന്താ കുറവ്, ദൈവം എന്നെ നടത്തുന്നുണ്ട്, ഓക്കെ ഫൈൻ. അപ്പോൾ അവൻ കഷ്ടം അനുഭവിക്കുന്നില്ല. എന്നാൽ വേറൊരുത്തിന് ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ കഷ്ടം അനുഭവിക്കുന്നു. അപ്പോൾ ഒരു വസ്തുവിനെ എങ്ങനെ കാണുമെന്നുള്ളത്, ഇപ്പോൾ വഴിയിൽ നമ്മൾ മഴയത്ത് കയറി നിൽക്കുന്നു, ബൈക്ക് ഓടിച്ച് ചെന്ന് പെട്ടെന്ന് മഴ പെയ്തു, വഴിയിൽ കയറി നിൽക്കുന്നു. ഒരാൾ ചിന്തിക്കുകയാണ്, എത്ര നല്ല മഴ, കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഈ മഴയും കണ്ട് ഇവിടെ നിൽക്കാം, അയാൾ കഷ്ടം അനുഭവിക്കുന്നില്ല. വേറൊരാൾ ചിന്തിക്കുകയാണ്, മടുത്തു, എത്ര നേരം ഇവിടെ നിൽക്കും, ഈ മഴ എപ്പം മാറും, അങ്ങനെ ചിന്തിക്കുന്നവൻ കഷ്ടം അനുഭവിക്കുകയാണ്. അപ്പോൾ കഷ്ടങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും, ഇപ്പോൾ ദാരിദ്ര്യം തന്നെ ആയിക്കോട്ടെ, കാശില്ല. അപ്പോൾ ഒരാൾ പറയാണ്, എനിക്കും കാശില്ല, ദൈവം നടത്തിക്കോളും, അല്ലെ വീട്ടിൽ ചെന്നാൽ ആഹാരം ഉണ്ടല്ലോ. പക്ഷേ മറ്റേയാൾക്ക് അങ്ങനെയല്ല. അയാൾക്ക് വീട്ടിൽ കാശില്ല എന്നുള്ളതും കയ്യിൽ കാശില്ല എന്നുള്ളതും വീട്ടിൽ ആഹാരം ഉണ്ടായിട്ട് പോലും അത് പുള്ളിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ പല കഷ്ടങ്ങളും പെർസെപ്ഷനാണ്. നിങ്ങൾ ചില ആൾക്കാർ ഭയങ്കര കഷ്ടതയുടെ സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ടാവും. ഈ കഷ്ടതയുടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതും പെർസെപ്ഷനാണ്, അവരത് കഷ്ടമായിട്ട് കാണുകയാണ്. പ്രിയ സഹോദരങ്ങൾ, ഞങ്ങൾ പല കഷ്ടങ്ങളിലൂടെ പോന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അത് പറയുമ്പോഴാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അതൊന്നും വലിയ കഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് വെൻ ദ ലോർഡ് ഈസ് വാക്കിംഗ് വിത്ത് യു, ചിന്തിക്കുമ്പോൾ ശരിയാണെങ്കിലും അത് നമുക്കൊരു ഭാരമല്ല. കാരണം അതൊരു കഷ്ടമായിട്ട് എണ്ണേണ്ട കാര്യമില്ല. ദൈവം തന്നൊരു ദാനമായിട്ട് എണ്ണേണ്ട കാര്യമുണ്ട് ഏത് ജീവിത സാഹചര്യവും. അപ്പോൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് എ പേഴ്സൺ. എനിക്കൊരു ചെറിയ തലവേദന പോലും സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ചെറിയ ഇൻസൾട്ട് പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും കഷ്ടത്തിലായിരിക്കും. അവൻ എന്നെ നോക്കിയിട്ട് ചിരിക്കാതെ പോയത്, ഉടനെ തോട്ട് എന്നെ കഷ്ടത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ, അത് നമുക്ക് സാഹചര്യം എങ്ങനെയാണെന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മളെ ഈ കഷ്ടം സഹിപ്പിക്കും. അപ്പോൾ കഷ്ടം ഒരാൾ അനുഭവിക്കുന്നുള്ളത് ഇറ്റ്സ് എ മാറ്റർ ഓൾസോ ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, ഇപ്പോൾ രോഗമാണ്, ഒരാൾ ചിലത് മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ അവൻ കഷ്ടം അനുഭവിക്കുന്നില്ല. മൈൻഡ് ചെയ്യുന്നവൻ കഷ്ടം അനുഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടുക. അപ്പോൾ എപ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം തോന്നുന്നത്, നിങ്ങൾ പാടിക്കൊള്ളുക. അപ്പോൾ ചില ഒരേ അവസ്ഥയിലുള്ള രണ്ടാളുകൾ, ഒരേപോലെ സാമ്പത്തിക ഭാരമുള്ള കടഭാരമുള്ള രണ്ടുപേർ, ഒരാൾ പാട്ട് പാടുകയും മറ്റേ കഷ്ടത്തെ എണ്ണി പറഞ്ഞ് ദുഃഖിച്ച് ഇരിക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തൊരു വലിയ കോൺട്രവേഴ്സിയാണ് 14-ാം വാക്യത്തിൽ വരുന്നത്. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഈ ഒരു വാക്യം നമ്മൾ പലപ്പോഴും ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്താണ് ഇതിനർത്ഥം? പല ആൾക്കാരും, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഈവൻ സൗത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പം പ്രാർത്ഥിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് എണ്ണയും കൊണ്ട് ആൾക്കാർ വരും. അപ്പോൾ പാസ്റ്റർ അത് കയ്യിൽ വെച്ചിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അവർക്ക് കൊടുക്കാം. ഇപ്പോൾ കൈവേദന തലവേദന വന്നു കഴിഞ്ഞാൽ ആ എണ്ണ ഇവരിട്ട് പ്രാർത്ഥിച്ച എണ്ണ അതിന് വിശുദ്ധ ശക്തി ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പല ആൾക്കാരും പണ്ട് കാലത്ത് ഓർക്കുന്നുണ്ടായിരിക്കും, ഈ സായിപ്പ്മാർ വന്നിങ്ങനെ ടവല് കീറി കൊടുക്കാൻ. ഈ ടവലും മേടിച്ചുകൊണ്ട് പോകും, ഈ ടവലിനകത്താണ് രോഗശാന്തി എന്ന് വിശ്വസിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇന്നാനിമേറ്റ് സബ്സ്റ്റൻസിലൂടെ അത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള രീതിയിൽ എണ്ണയ്ക്കകത്ത് കർത്താവ് സ്തോത്രം ചെയ്ത് അതിനകത്ത് ദിവ്യശക്തി കൊടുക്കുന്നു, ടവല് പ്രാർത്ഥിച്ചപ്പോൾ അതിനകത്ത് ദിവ്യശക്തി കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ആനിമേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ മേൽ യാതൊരു ദിവ്യശക്തിയും ഇല്ല. എന്നാൽ ദൈവത്തിന് അത് വെച്ച് സൗഖ്യമാക്കാൻ പറ്റുകയില്ലെന്ന് വെച്ചാൽ പറ്റും. കാരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ വാക്യത്തിൻ്റെ അർത്ഥം അതല്ല. ഇവിടെ പറയുന്ന എണ്ണ പൂശൽ എന്ന് പറയുന്നത് വിശുദ്ധ എണ്ണയല്ല, സാധാരണ എണ്ണയാണ്. കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ എണ്ണ പൂശി അവനോട് പ്രാർത്ഥിക്കട്ടെ. ഇത് ഒരു സാധാരണ എണ്ണയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവിടെ എണ്ണ വാഴ്ത്തുന്ന കാര്യമോ എണ്ണ വിശുദ്ധമാക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. കർത്താവിൻ്റെ നാമം പറഞ്ഞ് അവൻ്റെ മേൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും പനി പിടിച്ച് കിടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ.
അപ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളുടെ മേലെ എണ്ണ പൂശിയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ ദേഹത്ത് എണ്ണ പൂശിയാൽ ആ എണ്ണയുമായിട്ട് ആ ബെഡിൽ കിടക്കാൻ പ്രയാസമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? എണ്ണ തേച്ച് കഴിഞ്ഞാൽ കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദീനമായി കിടക്കുന്ന ഒരാളുടെ തലയിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമായി അവന് വിശ്വാസം വർദ്ധിക്കേണ്ടതിന് കർത്താവിൻ്റെ നാമത്തിൽ അവൻ്റെ മേലെ എണ്ണ പൂശിയാൽ അതിൻ്റെ അർത്ഥം മോനെ എഴുന്നേക്ക് പോയി കുളിക്കുന്നതാണ്. അത് ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് ഉണ്ടെങ്കിലേ എണ്ണ പൂശി കഴിഞ്ഞാൽ ഓക്കെ എഴുന്നേറ്റ് പോയി കുളിച്ചേക്കാം. അപ്പോൾ പനിയുള്ളയാൾ ആ എണ്ണ പൂശുന്നവർ എഴുന്നേൽക്കുകയാണ്, ബിക്കോസ് ഓഫ് ഫെയ്ത്ത്. അതാണ്. എന്നാൽ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അപ്പോൾ വയ്യാതെ കിടക്കുന്ന ഒരാളുടെ മേലെ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് എണ്ണ പൂശുന്നത് എന്തിനു വേണ്ടിയാണ്? അവനോട് പോയി കുളിക്കുക എന്നാണ് പറയുന്നത്. കാരണം രോഗം മാറുമ്പോൾ അവൻ കുളിക്കുമല്ലോ. ഈ സംഭവത്തിന് ബോധബലകമായ ഒരു കഥ, ബോധബലകമെന്ന് പറയാൻ പറ്റില്ല, ഇതിനെ തുടർന്നുണ്ടായ ഒരു കഥ, ഇതുപോലുള്ളൊരു കഥയുണ്ട്. ഒരു ദേശത്ത് ഭയങ്കര വരൾച്ചയായിരുന്നു. ആ വരൾച്ചയുടെ സമയത്ത് കുറേ പേര് ഒരു ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് മാത്രം കുടയെടുത്തുകൊണ്ട് പോയെന്നൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാ മോളെ കുടയായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ വന്നത്, അപ്പം മഴ ദൈവം തന്നു കഴിഞ്ഞാൽ കുട വേണ്ടേ എന്ന് ചോദിച്ച പോലെയാണ് ഈ കുളിപ്പിക്കാൻ്റെ എണ്ണ തേക്കുന്ന പരിപാടി. അപ്പോൾ എണ്ണ പൂശുമ്പോൾ തന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ ഹീ വിൽ വേക്കപ്പ് നൗ ആൻഡ് ഗോ ആൻഡ് ടേക്ക് ബാത്ത് എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. അവനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇതിനെ തന്നെ ചുറ്റി തന്നെയാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ആരാ നീതിമാൻ? ഇപ്പം ഞാനും വേറൊരു സഹോദരനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും നീതിമാന്മാരല്ലേ? ആണ്. കാരണം ദൈവദാസന്മാരെല്ലാം നീതീകരിക്കപ്പെട്ടവരാണ്. അപ്പോൾ നീതിമാൻ്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴാണ് ശരിക്കും നീതിമാനാകുന്നത്? ഞാനൊരു പാപിയാണെന്നും ഞാൻ പാപം ചെയ്തെന്നും ഞാൻ സമ്മതിക്കുമ്പോഴാണ്. അല്ലാതെ ഞാൻ സ്വയമേ നീതിമാനാകുന്നതല്ല. ഈ പാപം കഴുകപ്പെടുന്നത് കൊണ്ടും ക്രിസ്തു എന്നിൽ വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ നീതിമാനാകുന്നത്. അപ്പോൾ രോഗശാന്തി വരേണ്ടതിന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുകയും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ രോഗം ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയ കാരണം നമ്മുടെ ഉള്ളിൽ ഈ പാപമുണ്ടാക്കുന്ന മുറിവുകളാണ്. എല്ലാ രോഗങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും സൈക്കോസൊമാറ്റിക് ഡിസീസസ്, അതായത് ശരീരത്തിനാണ് വേദനയെന്ന് തോന്നും, പക്ഷെ ശരിക്കും മനസ്സിൻ്റെ ഒരു പ്രതിഭാസം. ഇങ്ങനെയുള്ള രോഗങ്ങളാണ് നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. സൈക്കെ, മൈൻഡിൽ നിന്ന് സോമ, ബോഡിയിലേക്ക് വരുന്ന മനസ്സിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വരുന്ന രോഗം. വയറുവേദന വരെ, ഗ്യാസ്ട്രബിൾ വരെ, അൾസർ വരെ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതകൾ കൊണ്ടുണ്ടാകാം. സൈക്കോസൊമാറ്റിക് ഡിസീസായിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മുടെ പാപഭാരം, കഠിനമായ പാപഭാരം കൊണ്ട്, മനസ്സിൻ്റെ വേദന കൊണ്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ പരസ്പരം ഏറ്റു പറയുമ്പം അവരെല്ലാം നീതിമാന്മാരാണ്. ദൈവം അവരുടെ മധ്യത്തിലുണ്ട്. ആത്മാവായ ദൈവങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഇന്നൊരു കാര്യം ഒരാളുടെ തുറന്നു പറയാൻ പോയി കഴിഞ്ഞാൽ ആ നാട് മുഴുവൻ പരക്കുമെന്ന് മാത്രമല്ല, നാളെ നമ്മൾ തമ്മിൽ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഇതവരായുധമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ സഹോദരങ്ങളൊക്കെ അറിയാമായിരിക്കും. ഇപ്പം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുമെങ്കിലും പിന്നെ ഒരു കാലം വന്ന് നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവരെടുത്തിട്ട് അലക്കും. അത് 10 ഇരട്ടിയായിട്ടല്ല അലക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. കാരണം നമ്മുടെ കോൺഫിഡൻസിൽ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു കുമ്പസാര രഹസ്യം പോലെ എന്നൊക്കെ പറയുന്നത് ആ ഒരു ചിട്ട അവിടെ ഉള്ളതുകൊണ്ടാണ്. ഈ ചിട്ട നമ്മൾ ഓരോ സഹോദരനെക്കുറിച്ചും കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്ന നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നിട്ട് പറയാൻ ഏലിയാവ് പോലും നമ്മുടെ അതേ സ്വഭാവമുള്ളവരായിരുന്നു. അതായത് ലോകത്തിൽ ഒരാൾ പോലും വേറെ ആളേക്കാൾ ശ്രേഷ്ഠനല്ല. എന്നാൽ എന്താ ചെയ്തത്? ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തില്ല. ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തു. ഇതെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യൻ ചെയ്ത കാര്യമാണ്. 3.5 വർഷക്കാലം ദേശത്ത് മഴ പെയ്തില്ല. കർത്താവിനോട് പ്രാർത്ഥിച്ചതാണ് ഏലിയാവ്. പിന്നെ മഴ പെയ്യാൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ വിശ്വാസത്താൽ സാധിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് ഇനി 19-ാമത്തെ വാക്യത്തിലൊരു കാര്യം കൂടെ പറയുന്നു. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പം മാനസാന്തരം ഇല്ലാതെ അകന്നു പോകുന്ന ആളുകൾ തിരിച്ചു വരാം. അവരെ തിരിച്ചു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. അവൻ പ്രാണനെ രക്ഷിക്കുന്നവരും പാവങ്ങളുടെ ബഹുത്വം മറയ്ക്കുന്നവരുമാണെന്ന് യാക്കോബിൻ്റെ ലേഖനം പറയുന്നു. പലപ്പോഴും എബ്രായ ലേഖനത്തിലൊക്കെ പല വാക്യങ്ങൾ വായിക്കുമ്പം തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ആൾക്കാർ പറയാറുണ്ട്
പിന്മാറിപ്പോയാൽ പിന്നെ വരാൻ പറ്റത്തില്ല, വേറെ ആഘോഷിക്കുന്നില്ല, ഒരിക്കൽ പരിജ്ഞാനം ലഭിച്ച ശേഷം പിന്മാറിയാൽ പിന്നെ തിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ അത് ആ പശ്ചാത്തലം ഇല്ലാതെ വ്യാഖ്യാനിക്കുന്നതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പാപം ചെയ്ത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ലെങ്കിൽ ഇവിടെ എന്താ പറയുന്നത് നോക്കി, 19 വാക്യം, സഹോദരന്മാരെ നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുക, അപ്പോസ്റ്റസിയാണ്, അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ, അങ്ങനെയുള്ളവനെ തിരിച്ചു വരുത്തി വിശ്വാസത്തോട്ട് കൊണ്ടുവന്നാൽ അപ്പോൾ അവന് തിരിച്ചു വരാൻ പറ്റുമോ? പറ്റും. പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ എൻ്റെ തന്നെ, ഞാനൊരു പാപിയോട് ക്ഷമിക്കുമ്പോൾ, പാപിയെ നേർവഴി കാണിക്കുമ്പം എൻ്റെ തന്നെ പാപങ്ങളുടെ ബഹുത്വം അതിൽ മറയ്ക്കപ്പെടുമെന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം പ്രത്യേകമായിട്ടും ഈ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് പറയുന്ന ലേഖനമാണ്. ഈ സ്ഥിരതയിൽ നമ്മൾ ഓടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി മാറുകയും പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ദൈവത്തിൻ്റെ ഹിതം നമ്മളോട് നിറവേറുകയും ചെയ്യും എന്ന് ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ജീവനായ സ്തോത്രം. അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് പെർഫെക്ഷനിലേക്ക് വളരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.